ഏകാദശി ഈ വർഷം 2025 ഡിസംബർ 31 മഹാവിഷ്ണു പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന പ്രധാന വ്രതമാണ് ഏകാദശി വ്രതം. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലായാണ് വ്രതശുദ്ധി പാലിക്കേണ്ടത്. വ്രതാനുഷ്ഠാനക്രമം എങ്ങനെയാണെന്ന് പറയാം. ദശമി തലേ ദിവസം, അതായത് ഡിസംബർ 30 ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിക്കുക. പകലുറക്കം പാടില്ല. ബ്രഹ്മചര്യം പാലിക്കുകയും ലളിത ജീവിതം നയിക്കുകയും വേണം. ഏകാദശി ദിവസം, അതായത് ഡിസംബർ 31 സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. പൂർണ്ണമായി ഉപവസിക്കുന്നത്, ജലം പോലും കുടിക്കാതെ ഇരിക്കുന്നത് ഏറ്റവും ഉത്തമമാവുന്നു. പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവർക്ക് പഴങ്ങൾ, പാൽ, ഗോതമ്പ്, ചാമ, പുഴുക്ക് എന്നിവ കഴിക്കാവുന്നതാണ്. അന്നേ ദിവസം അരി ആഹാരം പൂർണ്ണമായും ഒഴിവാക്കണം. പകൽ ഉറക്കം പാടില്ല. മൗനം പാലിക്കുന്നതും രാത്രി ഉറങ്ങാതെ വിഷ്ണുനാമ ജപത്തോടെ ഇരിക്കുന്നതും പുണ്യകരമാണ്. തുളസി തീർത്ഥം സേവിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ ഏകാദശി ദിവസം തുളസിയില നുള്ളാൻ പാടില്ല. ദ്വാദശി ദിവസം, അതായത് ജനുവരി 1 പിറ്റേ ദിവസം ഹരിവരാസന സമയം കഴിഞ്ഞ ശേഷം തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുന്നതിനെ പാരണ വീടുക എന്ന് പറയുന്നു. ദ്വാദശി തിഥി കഴിയുന്നതിന് മുമ്പ് പാരണ വീടണം. അന്ന് ആ സമയം ജപിക്കേണ്ട മന്ത്രങ്ങളും കർമ്മങ്ങളും പറയാം. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം എന്നിവ പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമാണ്. വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ 108 തുളസി ഇലകൾ കൊണ്ട് വിഷ്ണു ഗായത്രി മന്ത്രം ചൊല്ലി അർച്ചന നടത്താവുന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം കൂടുതലുള്ള ഹരിവരാസന സമയത്ത് ഏകാദശിയുടെ അവസാന 15 നാഴികയും ദ്വാദശിയുടെ ആദ്യ 15 നാഴികയുമാണ് പറയുന്നത്. ഹരിവരാസന സമയം എന്ന് പറയുന്നത് ഒന്നും കഴിക്കാതെ, ഒന്നും ഭക്ഷിക്കാതെ വിഷ്ണു ഭജനം നടത്തുന്നത് പൂർണ്ണ ഫലസിദ്ധി നൽകുന്നു. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വരുത്തേണ്ട നിയന്ത്രണങ്ങൾ എന്താണെന്ന് പറയാം. അരി, ധാന്യങ്ങൾ, ഉപ്പ്, പയറുവർഗ്ഗങ്ങൾ, ഉള്ളി, വെളുത്തുള്ളി, മാംസാഹാരങ്ങൾ എന്നിവ പൂർണ്ണമായും വർജിക്കണം. അതുപോലെ തന്നെ എണ്ണ തേച്ചുള്ള കുളി, പകലുറക്കം എന്നിവ പാടില്ല. അതുപോലെ തന്നെ ഡിസംബർ 31 വിഷ്ണു ക്ഷേത്രങ്ങളിൽ തീർച്ചയായും ദർശനം നടത്തുകയും വേണം.